ഒരു മരണക്കിടക്കയെന്ന് തന്നെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോ എന്നോട് തന്നെ പറഞ്ഞു, മിസ്റ്റർ നമ്പ്യാരെ മോളെയും കാണണമെന്ന്. എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം. സൂസന്നയ്ക്കും പലതും പറയാൻ കാണും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും യാത്രയാവുന്നവർക്ക് അതൊരാശ്വാസമായിരിക്കും. സൂസന്ന, 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 ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കൂ. അമ്മയോട് മോളെ ക്ഷമിക്കണം. മോൾ അങ്ങളുടെ കൂടെ പോരെ? ഡാഡിയോട് ഇരിക്കട്ടെ. ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ബ്രിഗേഡിൽ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വൃന്ദാവൻ കോളനിയിലെ താമസം, നമ്പർ 10. ഓക്കെ മോള് ഡോക്ടർ അങ്കിളിന്റെ കൂടെ ചെല്ല്. ഡാഡിയും വന്നേക്കാം. വരും മോളെ, വരൂ. സൂസന്നെ കാണാൻ ഞാൻ 4-5 തവണ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സൂസന്നെ എന്നെ കാണാൻ സമ്മതിച്ചില്ല. സാരമില്ല, ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ എപ്പോ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത്. ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ. സൂസന്നെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ 10-11 വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. അല്ല, രാജേട്ടനെല്ലാം അറിയണം. അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത്. വേണ്ട സൂസന്ന, എനിക്കൊന്നും അറിയണ്ട. ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു കിട്ടിയാൽ മതി. പോരാ, രാജേട്ടനെല്ലാം അറിയണം. ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല. രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ 7-8 വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്.
സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു. സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം. ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു, അല്ലേ? സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത്. എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന പ്രായം ചെന്ന അമ്മയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട് കഴിയുന്ന 3 പെങ്ങന്മാരും. ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ. നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സാരമില്ല, മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പരസ്പരം സ്നേഹിച്ചു പോയി, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്നും സണ്ണിയെക്കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂ. പൈങ്കിളി കഥകളിൽ വായിച്ച മടുത്ത് കുടുംബ പ്രാരാബ്ധം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലില്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരുപാടൊക്കെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട്. പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല. അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം, ഒരു മന്ദഹാസം, അത്രമാത്രം. ആ ഇടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത്. രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് 1-2 തവണ സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെക്കുറിച്ച് വല്ലാതെ ഭയന്നിരുന്നു. മേജർ ആശേർ നമ്പ്യാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ്. പക്ഷേ സൂക്ഷിക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോകണ്ട, വല്ലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം. അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും. അതാ സ്വഭാവം. സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും. എനിക്കിപ്പോ പഴയ കാമുകിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല, ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ സൂസന്നയ്ക്കൊരു നല്ല ജീവിതം. അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ച് പറയുന്നത്, ഈ കല്യാണത്തിന് സൂസന്ന സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസന്നെ ഇഷ്ടപ്പെടുന്നത്. സൂസന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്ന മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത്, ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസന്നെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്. രാജേട്ടൻ വളരെ സന്തോഷവാനാണ്. സൂസന്നയ്ക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി. സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. സണ്ണിയും വേഗം ഒരു വിവാഹം കഴിക്കണം, എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ. പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അപശ്രുതികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു. സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു തരം ഭ്രാന്താണ്. സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യയെ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത്. സാരമില്ല, ഇതൊക്കെ മാറും സൂസന്ന. എല്ലാം സ്വയം ബോധ്യപ്പെടും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കണം, എല്ലാം പൊറുക്കണം.
രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല, ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത്. പിടിച്ചു നിൽക്കണം. രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ശരിയാവും സൂസന്ന, ശരിയാവും. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ കിടന്നു. പക്ഷേ ഒരു ഞെട്ടലോടെ വീണ്ടും ഞാൻ വെളിച്ചം കണ്ടു. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെട്ടുവെന്ന്. She is all right now. I think she can be discharged today evening itself. Sir, ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാം കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും. സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ആഹാരം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ ക്ഷീണം മാറും. പൗലോസ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം. സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത്. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. മേം സാബ് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരവും കഴിച്ചു, സമാധാനമായി. വീട്ടിൽ പോയിട്ട് 2 ദിവസമായി. ഞാൻ പോയിട്ടൊന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം. സൂസന്നയോട് എല്ലാം സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നു സൂസന്ന. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും മറന്ന് ഞാൻ സൂസന്നെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിന് സമ്മതിക്കില്ല.